ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഓണക്കാലമാണ്. ഓണക്കാലം എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെയും കഴിക്കുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു പെരുമയുള്ള സമയമാണല്ലോ. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നമ്മൾ വളരെ ബോധവാനായിരിക്കും. ഏറ്റവും നല്ല ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക സ്വാദ് മാത്രമല്ല, അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒത്തറ്റിക്കായിട്ട്. അപ്പോൾ പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ സ്ഥലങ്ങളാണെങ്കിൽ വാങ്ങുകയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലമാണെങ്കിൽ നമ്മൾ വീട്ടിൽ പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്, അല്ല ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ അങ്ങനെയൊന്നും എല്ലാവർക്കും പറ്റില്ല. ഇപ്പോൾ എണ്ണയൊക്കെ തന്നെ വീട്ടിൽ തന്നെ കാച്ചിയെടുക്കുക, അല്ലെങ്കിൽ നെയ്യ് വീട്ടിലുണ്ടാക്കുക. കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാം നെയ്യെല്ലാം, പക്ഷേ ഒരു വലിയ ലാർജ് ക്വാണ്ടിറ്റിയൊക്കെ എപ്പോഴും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏറ്റവും ഒത്തൻറ്റിക്കായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന എവിടെയാണോ അവിടെ തേടി പോവുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഓണക്കാലത്ത് തന്നെ എൻ്റെ ബാക്കിലാണ് ഇന്ദിര ഡയറി എന്ന് പറയുന്ന ഒരു കോവളത്തൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയറിയാണ്. ദാറ്റ് ഈസ് ID മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സാണ് അവർ സാധാരണ ചെയ്യണത്. അപ്പോൾ അവരുടെ ഒരു നൂതനമായൊരു സംരംഭം, ദാറ്റ് ഈസ് പ്യുവർ ഗീ പ്രൊഡക്ഷൻ അവർ സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ഫാക്ടറിയുടെ ഫ്രണ്ടിലാണ്, അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്യൂരിറ്റിയാണ് ആ ഗീക്കുള്ളത്. അകത്തേക്ക് പോകും. അങ്ങനെ ഇന്ദിര ഡയറിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ഞാൻ കയറുകയാണ്. ഓക്കെ, കയറുമ്പോൾ തന്നെ അവിടെ വാഹനങ്ങളെല്ലാം നമുക്ക് കാണാം. കുറേ വാന് അതെല്ലാം ഉണ്ട് അവിടെ. നല്ല ശുദ്ധമായ ഗീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയം. നല്ല മണമൊക്കെ വരുന്നുണ്ട് നെയ്യുടെ. യെസ്, ഇന്ദിര ഡയറിയുടെ ID ഗീ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചുറ്റും നോക്കിക്കോളൂ. ഞാനിപ്പോൾ ഇവിടെ എല്ലാം പാക്കിങ്, ഒരു സൈഡിൽ പ്രൊഡക്ഷൻ നടക്കുന്നു, പിന്നെ ഇത് 2-3 ദിവസം വെച്ചിട്ടാണ് അത് ബോട്ടിൽ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നിട്ട് ബോട്ടിൽ ചെയ്ത് സീൽ ചെയ്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു കേട്ടോ. ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ പ്രൊഡക്ഷൻ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് പ്രൊഡക്ഷൻ നടന്നാലല്ലേ ആവശ്യത്തിന് ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു നെയ്യ് പ്രൊഡക്ഷൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നെയ്യുടെയൊക്കെ മേക്കിങ്ങൊക്കെ എനിക്ക് അതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ട്. നല്ല മണം നെയ്യൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ നടക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരേ സമയം കുറേ സ്വർണ്ണ നിറത്തിലെ ഉരുളി വലിയ വാർപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ആൻഡ് ഫയർവുഡ് എന്ന് പറയുമ്പോൾ ഇത് കാഷ്യൂനട്ടിൻ്റെ തോടാണ്, അണ്ടിപ്പരിപ്പിൻ്റെ തോട്. അതാണ് ഫ്യൂവലിന് യൂസ് ചെയ്യുന്നത്. നല്ല പാല്, അതായത് നല്ല പശുവിൻ പാലിൽ ക്രീം, നല്ല ഫ്രഷ് ക്രീം എടുത്തിട്ടാണ് ആദ്യത്തെ പ്രോസസ്സ്. ഫ്രഷ് ക്രീമാണ് ഇതിനകത്തിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്നാണ് നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോളൂ, ഇതിപ്പോൾ ആദ്യത്തെ സ്റ്റേജാണ്. ഒന്നും ആയിട്ടില്ല. ജസ്റ്റ് ഫ്രഷ് ക്രീം ഇട്ടിട്ട് ഇങ്ങനെ അടുപ്പ് കത്തുന്നു. ആ ഒരു ചൂടിൽ കടന്നിട്ട് ക്രീം പ്രോസസ്സിങ് നടക്കുക. ഇതിൽ നിന്നാണ് നെയ്യ് ഉണ്ടാവുന്നത്. അപ്പോൾ നെയ്യ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടാലേ നമുക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാവും. അതായത് നമ്മൾ ഒരു കാര്യം, നമ്മളൊരു ഉൽപ്പന്നം കടയിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കാറില്ലല്ലോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ കൂടുതൽ ഡീറ്റെയിലിങ്ങിന് പോകാറ്. പക്ഷേ കാണണം, നമ്മൾ പ്രൊഡക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് അധ്വാനം ഉണ്ടെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് റോ മെറ്റീരിയൽസ് ഏറ്റവും നല്ലതായിരിക്കണം. പക്ഷെ അത് മാത്രം പോരാ, അതിൻ്റെ പ്രോസസ്സിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതിൻ്റെ ഹൈജീൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ചെയ്യുന്നതിൻ്റെ ഒരു കെയറും എന്താണ്. പിന്നെ ഈവൻ ദ ഫ്യൂവൽ, ചൂട്, ആ ചൂട് പോലും ക്രമീകരിച്ച് അതിനുപയോഗിക്കുന്ന ഫയർവുഡ് എന്താണെന്ന് നോക്കുന്നു. അതൊക്കെ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. ആ രീതിയിൽ തന്നെ ചെയ്യണം. കൈയെടുക്കാണ്ട് ഇളക്കണം. നല്ല അധ്വാനം ഉണ്ട് ഇതിൽ. ഇത് മാനുവലായിട്ടാണ് ചെയ്യുന്നത്, നോട്ട് മെക്കനൈസ്ഡ്. ഗംഭീരമായിട്ട് ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുവാണ്. എക്സോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ഓ, നല്ല മണം. നെയ്യ് പ്രൊഡക്ഷൻ ആക്കി ഇവിടെ സത്യം പറഞ്ഞാൽ രുചിയുടെ ഒരു മണമാണ്. എന്താ മണമെന്നറിയോ? അയ്യോ, നെയ്യ്. അതിൻ്റെ അടുത്ത സ്റ്റേജ് ആയിക്കഴിഞ്ഞു. അതായത് നെക്സ്റ്റ് സ്റ്റേജ്, അതായത് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കണ്ടു. സെക്കൻഡ് സ്റ്റേജ്, ആ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതൽ കഴിയുമ്പോൾ ഇങ്ങനെ കുതിച്ച് വരുന്നൊരു സ്റ്റേജുണ്ട്, തിളച്ചിങ്ങനെ. അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന, തിളച്ച് പൊങ്ങി വരും, കുതിച്ച് വരിക എന്ന് അവർ പറയാം. ഇങ്ങനെ വരും. ഇത് മണം അറിയാമോ? ഒരു രക്ഷയില്ലാത്ത മണം. സാധാരണയായിട്ട് നമ്മൾ വീടുകളിലൊക്കെ ഇത് നെയ്യ് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പാലിൻ്റെ ക്രീം എടുത്ത് സൂക്ഷിക്കും അല്ലേ, ഫ്രിഡ്ജിലെല്ലാം. എന്നിട്ട് അതിനെ നമ്മൾ കുറച്ച് ഉറയും കൂടി ഒഴിച്ചിട്ട്, ചിലർ ഉറ ഒഴിക്കും, അല്ലാതെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പുളിക്കും. അത് കഴിഞ്ഞിട്ടാണ് അതൊരു
നമ്മൾ ബട്ടർ പോലെ അതിൽ നിന്നും ബട്ടർ ഉണ്ടാക്കിയെടുക്കും. ഐസ് വാട്ടർ ഒഴിച്ചിട്ട് കുലുക്കിയോ മിക്സിയിലിട്ട് അടിച്ചോ. അത് കഴിഞ്ഞിട്ട് അതിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത്. അങ്ങനെ തിളപ്പിക്കുമ്പോഴും നെയ്യ് കിട്ടും. പക്ഷേ ഇതുപോലെ ഉള്ള നെയ്യുടെ അത്രയും ടേസ്റ്റ് കിട്ടും. ഇത് ഫ്രഷ് ക്രീം ഡയറക്റ്റായിട്ട് തിളപ്പിച്ച് ആ ഒരു നെയ്യുടെ സ്റ്റേജിലെത്തിക്കുകയാണ്. രണ്ടാണ് ടേസ്റ്റ് വൈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നെയ്യുടെ സ്വാധീനമായിരിക്കും, പക്ഷേ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഇത് കുറച്ചുകൂടി നല്ല ശുദ്ധമായ ടേസ്റ്റി നെയ്യ് കിട്ടും. അതാണ് ആ വ്യത്യാസം. ഇപ്പോൾ തേർഡ് സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് പൊതഞ്ഞിങ്ങനെ വരുന്നത്. അത് കറക്റ്റ് പാകമാണ്. ഇപ്പം തന്നെ അടുപ്പിൽ നിന്നും മാറ്റണം. ഈ സ്റ്റേജൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഒരു അല്പം പോലും കണക്ക് തെറ്റാൻ പാടില്ല. ആ ഒരു പാകം അവരിങ്ങനെ കറക്റ്റ് നോക്കി തന്നെ എടുക്കുന്നത്. ഇത് ഉടനെ തന്നെ അടുപ്പിൽ നിന്ന് മാറ്റി ഒരു സ്റ്റാൻഡിലേക്ക് വയ്ക്കും, അതായത് കൂൾ ഡൗൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി തിരക്ക് പിടിച്ച് വാർപ്പ് അടുപ്പിൽ നിന്ന് മാറ്റുന്ന ജോലിയാണ്. കാര്യം ഒരു ശകലം പോലും അല്ലെങ്കിൽ ഒരു അല്പം പോലും പാകം തെറ്റാൻ പാടില്ലല്ലോ. ഒരു 6 പേരൊക്കെ വേണം ഒന്നിച്ച് നിന്നിട്ട് വാർപ്പിൽ നിന്നും ഒരു സ്റ്റാൻഡിലേക്കും മാറ്റി വയ്ക്കും. അതാണ് ആ ഒരു രീതി. നല്ല ഹെവിയാണ്. അയ്യോ, ഹെവി വെയിറ്റ്. അടിപൊളി പ്രോസസ്സ്. ഇനി ഇതിലിരുന്നിട്ട് അത് പാകമാവും, ദാറ്റ് ഇസ് കൂളാവും. ഇതൊരു 3 ദിവസം കഴിഞ്ഞല്ലേ ബോട്ടിൽ ചെയ്യുന്നത് സാധാരണ, തണുത്തിട്ട് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് മാറ്റും. എന്നിട്ട് ഇത് കുറച്ച് നേരം കഴിഞ്ഞൊന്ന് കൂളായി കഴിഞ്ഞിട്ട് വടികെട്ടും എന്ന് വെച്ചാൽ അരിച്ച് വരുമ്പോൾ അതിൻ്റെ ഗ്രാനുവൽസൊക്കെ മാറ്റും. എന്നിട്ടൊരു 3 days അത് വെച്ചിരിക്കും. അങ്ങനെ 3 days കഴിയുമ്പോൾ നല്ല തിക്ക് ഗീ ആയിട്ട് മാറുന്ന കാഴ്ച കാണാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രോസസ്സ്. ഉടനെ തന്നെ വാർപ്പിൽ നിന്നും മാറ്റും കേട്ടോ, വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റും. കാര്യം ആ വാർപ്പ് നല്ല ചൂടല്ലേ, അതിൽ വെച്ചിരുന്നാലും അതിൻ്റെ പാകം തെറ്റും. ഇനി അത് കഴിഞ്ഞ് കുറച്ച് കൂളായിട്ടാണ് ഇത് വടികെട്ടി അരിച്ച് വയ്ക്കുന്നത്. ഇത് ട്രഡീഷണൽ വേ ഓഫ് മേക്കിംഗ് ആണ്, മെക്കനൈസ്ഡ് അല്ല, ടോട്ടലി ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുണിക്കകത്തുകൂടിയാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നെയ് പ്രൊഡക്ഷൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്, ഗീയുടെ. അതായത് ഇനിയിപ്പോൾ ബോട്ടിലിംഗ്, അത് കഴിഞ്ഞാൽ അതിനെ സീലിംഗ് അല്ലേ, സീലിംഗ് ആണ് കാര്യം. ഓക്കെ, ഫില്ലിംഗ് ആൻഡ് സീലിംഗ്. ഓക്കെ, നല്ല കാണുമ്പോൾ തന്നെ അറിയില്ല, എൻ്റെ ദൈവമേ. നമ്മൾ ആ പ്രോസസ്സ് ഫുൾ കണ്ടപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഒരു നെയ്യുടെ പ്രൊഡക്ഷൻ എന്ന് മനസ്സിലായി. ഇതാ മണം, കൺസിസ്റ്റൻസി രക്ഷയില്ല, അടിപൊളി. ഓക്കെ, കുപ്പിയിലോട്ടാക്കാം അല്ലേ. അപ്പോൾ ബോട്ടിലിംഗ് കഴിഞ്ഞു, ഇനി സീലിംഗ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഇന്ദിര ഡയറിയുടെ ട്രഡീഷണൽ ആൻഡ് പ്യുവർ ഗീ മേക്കിംഗ് കണ്ടല്ലോ അല്ലേ, എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ്. ഇത് വളരെ ട്രഡീഷണൽ മെത്തേഡിലാണ് ചെയ്യുന്നത്, മെക്കനൈസ്ഡ് അല്ല, പ്യുവർലി മാനുവലായിട്ടാണ്, ഏറ്റവും ശുദ്ധമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ധൈര്യത്തിൽ വാങ്ങിക്കാം, നമുക്ക് ഇതിൽ ഒരു മായമില്ല, ഒന്നുമില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഉപയോഗിച്ചാൽ നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ഐഡി ഗീ, ഇറ്റ് ഈസ് ഇന്ദിര ഡയറീസ് പ്യുവർ ആൻഡ് ട്രഡീഷണൽ ഐഡി ഗീ. ഇന്ദിര ഡയറി പ്രീമിയം ID നെയ്യ് ഇപ്പോൾ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇന്ത്യയിലുടനീളം ഡെലിവറി ലഭ്യവുമാണ്. 1 മാസത്തിനകം അന്താരാഷ്ട്ര ഡെലിവറിയും ആരംഭിക്കും. ബുക്ക് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെ അറിയോ, അതായത് ഇന്ദിര ഡയറിയുടെ ഒരു സ്വന്തം വാഴത്തോപ്പിലാണ്. അപ്പോൾ ഇന്ദിര ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ ID മിൽക്ക്, പിന്നെ ID ഗീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് മാത്രമല്ല, അവർക്ക് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഉണ്ട്, ധാരാളം വേറെ വേറെ പ്രോഡക്റ്റ്സ് ഉണ്ട്. എല്ലാം തന്നെ ഒരു എത്നിക് സ്റ്റൈലിൽ വളരെ തനതായ രീതിയിൽ
പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് അവർ ഉണ്ടാക്കുന്നതും വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത്. ഇതിപ്പോൾ ഏത്തക്കയുടെ തോട്ടമാണ് കേട്ടോ. ഏത്തക്ക അറിയാമല്ലോ, നമ്മുടെ ചിപ്സ്, ബനാന ചിപ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് വളർത്തുന്നതാണിത്. ഇതിന് ഇഷ്ടംപോലെ ഉണ്ട്, ഒരു വലിയ ഏരിയ തന്നെ ഉണ്ട്. ഇപ്പോൾ കാഴ്ച കിടക്കുന്നു പല പല സ്റ്റേജിലുള്ള ഏത്തക്കയുടെ കൊലകൾ നമുക്കിവിടെ കാണാം. മുറിക്കാറായത്, മുള പൊട്ടി വരുന്നത്, അതായത് കൂമ്പിങ്ങനെ കണ്ടുവരുന്ന ആ ഒരു സ്റ്റേജ്. അപ്പോൾ അതനുസരിച്ചിട്ട് ആ വിളയുന്നതിനനുസരിച്ച് മുറിച്ചെടുത്തിട്ട് നല്ല ഫ്രഷായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ, ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ചിപ്സ് വറുത്തെടുക്കുന്നത്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഏത്തക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വന്തം പ്രോഡക്റ്റ് പോലെയാണ്, എനിക്കിഷ്ടമാണ്. മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. ഇതിനിടയ്ക്ക് ഒരു നാച്ചുറലായിട്ട് അവർക്കൊരു സ്പ്രിംഗ് വാട്ടർ വരുന്ന രീതിയിലുണ്ട്. അതിങ്ങനെ ചാല് പോലെ വെട്ടിയിട്ടുണ്ട്. അതിൽ നിന്നാണ് വെള്ളത്തിൻ്റെ സപ്ലൈ. ഇതാണ് ആ ചെറിയ കൊല, ജസ്റ്റ് പൊട്ടി മുളച്ച് വന്ന് കണ്ടില്ല, കൂമ്പിങ്ങനെ തെളിഞ്ഞ് വരുന്നു. മുകളിലേക്ക് കായ ഇങ്ങനെ കാണാം. അത് വളരെ ടെൻഡർ, ഇനി ഈവൻ വലുതാവും, വലിയ കൊലയായിട്ട് മാറും. അതിനനുസരിച്ചിട്ട് നൈസല്ലേ. വലിയ വലിയ കൊലകളുണ്ടോ, അതൊക്കെ വളഞ്ഞ് നിൽക്കുന്നതാണ്. ആ തോട്ട് കാണാം നമുക്ക് ഉള്ളിലേക്ക്. ബിഗ് കൊലാസ്. അതിൻ്റെ പിന്നിൽ വേറൊരു വലിയ കൊലയുണ്ട്. കണ്ടോ അമ്മ, ഇവിടെ കൊലയൊക്കെ വെട്ടി തുടങ്ങി കേട്ടോ ഒരു ഭാഗത്തുനിന്ന്. യെസ്, ഇങ്ങനെയാണ് വാഴയോടുകൂടി വെട്ടുന്ന കേട്ടോ. സൂപ്പർബ്. ഇതാണ് നല്ല പാകത്തിന് വിളഞ്ഞ ചിപ്സിന് പറ്റിയ കായ. ഇനിയിപ്പോൾ ഇവിടെ ആ തരത്തിലായതെല്ലാം കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു നാച്ചുറൽ, ഇത് നോക്കിയാൽ കണ്ടില്ലേ, ഒരു നാച്ചുറൽ സ്ട്രീം ഒഴുകുന്നത്. ഇത് ഊറ്റാണ് കറക്റ്റ്, നല്ല തെളിനീര് പോലെ ഇങ്ങനെ ഒഴുകി ഇതൊരു ചാല് പോലെ ഇങ്ങനെ പോവാണ്. ഇതാണ് ഈ വാഴത്തോപ്പിലൊക്കെയുള്ള ജലസേചന മാർഗം. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ കൊല വെട്ടൽ. ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. നോക്കി നല്ല വിളഞ്ഞ പാകത്തിനുള്ള വിളവെടുപ്പെന്നൊക്കെ പറയുന്ന സംഭവം തന്നെയാണ്. യെസ്, പോവാണല്ലേ. ഇന്ന് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്. ശർക്കര വരട്ടി, ചിപ്സ് എല്ലാം അങ്ങനെ വിളവെടുപ്പുമായിട്ട് വരി വരുന്നു. നോക്കി, നല്ല ഒരു സമൃദ്ധിയുടെ കാഴ്ചയല്ലേ ഇതൊക്കെ. ഓണക്കാലത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഐ ഡി ഗീയുടെ ഫസ്റ്റ് ഒരു സെയിൽ ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടെ എനിക്ക് കിട്ടുകയാണ്. ഫസ്റ്റ് സെയിലിന് അതിഥികളായിട്ട് എത്തിയിട്ടുള്ള ആൾക്കാരും വളരെ യാദൃശ്യമായിട്ട് വന്നതാണ്. അതായത് UK നിന്നാണ് വന്നിരിക്കുന്നത്. ഫാമിലി, ഇതിൻ്റെ ഓണറുടെയൊക്കെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് സെയിൽ അവർക്ക് കൊടുത്തുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സന്തോഷമായി. ഓക്കെ, താങ്ക് യു. വാവ്, നൈസ്. അതെ, നല്ലൊരു തുടക്കമാകട്ടെ. ഓക്കെ, അപ്പോൾ ഏകദേശം വൈകുന്നേരം സമയമായി കഴിഞ്ഞു, രാത്രിയോട് അടുക്കുന്നത്. ഇവിടുത്തെ ഫാക്ടറി യൂണിറ്റ് വർക്കിംഗ് ആണ്, അവർക്ക് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. പക്ഷേ ഞാനിനി പോകാൻ സമയമാണ്. ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും കണ്ടു കഴിഞ്ഞു. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ്, നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് എത്രത്തോളം പ്യുവറാണ്, പ്യൂരിറ്റി, അതിൻ്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും, അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ മനസ്സിലാക്കി വാങ്ങിക്കുക. അവിടെ വിലയല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ക്വാളിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇവരങ്ങനെ കോമ്പറ്റീഷന് വേണ്ടി വില കുറച്ച് വിൽക്കുക, മറ്റുള്ളവരുമായിട്ട് മാർക്കറ്റ് കീഴടക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. അവർക്കത് വേണ്ട, അവർക്ക് ഈ ബിസിനസ് മതി. എന്നിട്ട് സത്യസന്ധമായ ബിസിനസ് മാത്രം ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. കാര്യം അവരുടെ പ്രോഡക്റ്റ് അങ്ങനെയാണ് അവർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസിങ്ങും ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രോഡക്റ്റ് വേണമെന്നുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി എന്നാണ് അവരുടെ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ ഇന്ദിര ഡയറിയുടെ ഐ.ഡി. ഗീയുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് തിരിച്ചു പോകാം. അപ്പോൾ ഈ ഓണക്കാലം കേമാക്കുക. അപ്പോൾ നിങ്ങളും ഒരുപാട് പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറില്ലേ? അപ്പോൾ അതിനൊക്കെ നെയ്യ് മേടിക്കുമ്പോൾ നോക്കി വാങ്ങിക്കുക. ഇവർക്കിത് ഓൺലൈനാണ് ഇവരുടെ സെയിൽ നടക്കുന്നത്. അപ്പോൾ നോക്കി വാങ്ങിക്കുക. ഓൺലൈൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്.
ലവ് യു.